കഴിഞ്ഞ മാസം 20-നായിരുന്നു സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലേക്ക് വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സർവകലാശാല വിവാദ സർക്കുലർ ഇറക്കിയത്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ സർവകലാശാല അധികൃതരുമായോ ജനപ്രതിനിധികളുമായോ മാധ്യമങ്ങളുമായോ ഏത് സാഹചര്യത്തിലും ബന്ധപ്പെടുന്നത് തടയണമെന്ന് ആവശ്യപ്പെടുന്നതാണ് സർക്കുലർ. 2016 ഡിസംബർ 2 നടത്തേണ്ട സാങ്കേതിക സർവകലാശാല പരീക്ഷകൾ പല കാരണങ്ങളാൽ തലേ ദിവസം അധികൃതർ മാറ്റിവെച്ചു. ഓസ്പിൻ ടെക്നോളജീസ് എന്ന സ്വകാര്യ സ്ഥാപനത്തെയായിരുന്നു പരീക്ഷാ ചുമതല ഏൽപ്പിച്ചത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനാണ് വിദ്യാർത്ഥികൾ ജനപ്രതിനിധികളെയും മാധ്യമങ്ങളെയും സമീപിച്ചത്. സ്വകാര്യ സ്ഥാപനത്തെ പരീക്ഷ ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് സർവകലാശാല വിദ്യാർത്ഥികൾ പരീക്ഷ ബഹിഷ്കരിക്കുകയും ചെയ്തു. ഇത്തരം സർക്കുലറുകൾ ഇറക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ എല്ലാ രീതിയിലും കൂച്ചുവിലങ്ങിടാനും വിദ്യാർത്ഥികളുടെ എന്തെങ്കിലും ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു പരാതി വരുന്നാൽ ആ പരാതിയെ മുഴുവൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സർക്കുലറുകളുമായിട്ട് സർവകലാശാല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാലയിലോ കോളേജുകളിലോ മതിയായ വിദ്യാർത്ഥി പ്രാതിനിധ്യമോ പങ്കാളിത്തമോ ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികളുടെ പ്രതികരണശേഷിയാണ് സർക്കുലറിലൂടെ ഇല്ലാതാക്കുന്നത്. ശ്യാമപ്രസാദ് ഉത്തമൻ, റിപ്പോർട്ടർ, കൊച്ചി.